ഗൾഫിൽ നിന്നും പാപ്പരായിട്ട് വന്നവനല്ല കുട്ടിരാമൻ. അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ കൊട്ടാരത്തിന് വില പറയോ? ബോധ്യമായില്ലെങ്കിൽ ആസ്തി കാണിക്കാൻ ഇനിയിപ്പോ വേറെന്താ സാക്ഷ്യപ്പെടുത്തേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ചെയ്യാം. അർഹതയില്ലാന്നറിഞ്ഞിട്ടും ആശിച്ചുപോയി ഒരുപാട്. ഒന്നിനും ഒരു കുറവും വരുത്തില്ല. ഒരു രാജകുമാരി പോലെ ഞാൻ അവളെ നോക്കിക്കോളാം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുടുംബ ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിച്ച്. ആണുങ്ങൾ നിൽക്കേ, പെണ്ണുങ്ങൾ തീരുമാനം പറയണ്ട. അങ്ങനെ ഒരു പാരമ്പര്യം ഈ തറവാട്ടിലില്ല. അകത്ത് പോവാൻ ആലോചിച്ച് തീരുമാനം അറിയിക്കാം. ഇപ്പൊ പോണം. അല്ലാതെ ആലോചിച്ച് നീ ഇപ്പൊ എന്താ ചെയ്യാ? എന്താ എന്താ എന്ത് പറ്റി? സമ്മതിച്ചതാ. എന്ത് സമ്മതിച്ചെന്ന് ഒന്ന് പറഞ്ഞു കൊലക്കടാ പോക്കറേ. സുമതി കല്യാണത്തിന് സമ്മതിച്ചതാ. പടച്ചോനാണ് സത്യം. ചുറ്റുപാടുകളൊക്കെ നോക്കി ബാക്കുറപ്പിക്കാൻ വക്കീലും കൂട്ടരും നാളെ എന്റെ വീട്ടിലെത്തുവാനാ. അന്നാ പിടിച്ചോ താകട ഭീകര താകട ചെയ്തേ അച്ചിങ്ങപ്പറമ്പിലെ ഒരു ദിനം പെണ്ണുമായി സമത്തിലായല്ലോ. ഒത്തിരി കഴിഞ്ഞപ്പോ മത്തങ്ങ പറയണ് ചിറ്റിങ്ങയാണെന്റെ മരൽ. ഇപ്പൊ ഒരു വെടി പൊട്ടു. അമ്മാവാ സമ്മതിച്ചു, കല്യാണത്തിന് സമ്മതിച്ചു. സമ്മതിച്ചത് നന്നായി. ഇല്ലെങ്കിൽ ഒറ്റ വെടിക്ക് ഇപ്പൊ ഞാനിവനെ കൊന്നേനെ. ഇവൻ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം കൂടെ ഉറപ്പിക്കണം. രണ്ടുപേരുടെയും കല്യാണം ഒരേ പന്തലിൽ വെച്ച് നടത്താനാണ് എന്റെ തീരുമാനം. പറഞ്ഞത് നീ പേടിക്കണ്ട മോനെ, കല്യാണ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. പോട്ടെ. ഒത്തിരി കഴിഞ്ഞപ്പോൾ പട്ടാളം പറയണ് മന്ദബുദ്ധിയാണെന്റെ കഞ്ഞികളെ. ഒരു മന്ദബുദ്ധി എന്റെ ജീവിതം നക്കിലോ. കുടുംബത്തിന്റെ ചുറ്റുപാട് അറിയാൻ വേണ്ടിയിട്ടാണ് ഓമാരി ഇങ്ങോട്ട് വന്നത്. നിന്റെ അളിയന്മാര് ഹിമാരിയങ്ങള് ഇടങ്ങേറുണ്ടാക്കുമെന്നാണ് ഞമ്മക്കിപ്പൊ പേടി. വലിയ തറവാട്ടി പറഞ്ഞ പെണ്ണാ. കുടുംബം ശരിയായില്ലേ പിന്നെ അത് മതി. എന്ന് വെച്ചാൽ എനിക്കിപ്പോ എന്റെ കുടുംബം മാറ്റാൻ പറ്റും. നിന്റെ അളിയന്മാരെ തൽക്കാലങ്ങളിൽ നിനക്കൊന്ന് റെഡിയാക്കി നിർത്താൻ പറ്റുമോ? അതെന്തിന്? എടാ നിന്റെ അളിയന്മാരെ സ്നേഹിച്ച് ചിന്തയിലിട്ട് നാളെ ഒരു ദിവസത്തേക്ക് നീ പോലീസിൽ നിർത്തണം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ കോഴിക്കൂട്ടിൽ കണ്ണു നട്ടിരിക്കുന്ന കുറുക്കന്മാരെ പോലെ നിന്റെ അളിയന്മാർക്കെല്ലാം നീ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയിലാണ് നോട്ടം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അത് എന്നെ പറയാൻ പോണത്. തൽക്കാലത്തേക്കെങ്കിലും നിന്റെ അളിയന്മാരെയും പെങ്ങന്മാരെയും എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തി നിർത്തണമെങ്കിൽ നീ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിച്ചേ പറ്റൂ. നമുക്ക് മോൾക്ക് കൊടുക്കാം കേട്ടോ. ജഗ് ദൈ പാവാ നിനക്ക് കളിക്കാം. അങ്ങനെ നാലാമത്തെ പെട്ടിയും പൊട്ടിച്ചു. ദേ ഈ തുറന്ന പെട്ടി പോലെ എന്റെ ഹൃദയവും. ഓപ്പൺ ദ ബോക്സ് ആൻഡ് ഓപ്പൺ ദ ഹാർട്ട് ഓഫ് ദി കമ്മിങ് ഫ്രം ഇംഗ്ലീഷ്. ഈ സാധനങ്ങളൊക്കെ വീതിച്ച് തന്നതിന്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. പട്ടി വൃത്തികെട്ടവൻ എന്നൊക്കെയല്ലേ നിങ്ങൾ ഇവനെ പറ്റി ധരിച്ചിരിക്കുന്നത്? എന്നാ അങ്ങനെയല്ല. കർണന്റെ ഹൃദയമായവനി. എന്റെ ദൈവമേ, നീ ദുബായി ചെന്ന ഹൃദയവും മാറ്റി വെച്ചോടാ. അങ്ങനെ അല്ല മച്ചി, വളരെ ഉദരമതിയായ ഒരു ഹൃദയം കുട്ടിരാമൻ ഉണ്ടെന്നാ ഞാൻ പറഞ്ഞു. ഉദരമതിയല്ലടാ, ഉദാരമതി. അതും മതി. മതി. കർണനെ പോലെ ദാനശീലൻ. അപ്പേ ആരാണ് ഈ കർണൻ? എന്റെ അമ്മായിയുടെ മൂത്ത മോൻ. എടാ ഒരു ആട് കടിച്ചു കൊന്നില്ല ഒരുത്തന്നെ? അല്ലോ അതേതാടാണ്? കൂറ്റനാട്. പൂങ്കലശ്ശേരി തറവാട്ടുകാര് വാക്കുറപ്പിക്കാൻ വരുന്ന കേട്ടപ്പോ കണ്ടില്ലേ കുട്ടിരാമന്റെ ഒരു കുടുംബസ്നേഹം. പൂങ്കലശ്ശേരിക്കാര് സമ്മതിച്ചെന്നോ? സമ്മതിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. എങ്ങു നിന്നോ കയറി വരാൻ പോണ ഒരു പീറ പെണ്ണിന് വേണ്ടിയല്ല ഞാനിതൊക്കെ കൊണ്ടുവന്നത്.
എന്റെ അളിയന്മാർക്കും പെങ്ങന്മാർക്കും അമ്മയ്ക്കും ഒക്കെ അനുഭവിക്കാനുള്ളതാണ് കുട്ടിരാമന്റെ ഈ വക സമ്പാദ്യങ്ങളെല്ലാം. ചോരബന്ധം എന്ന് പറയുന്നത് ഇതാണ്. ഇത് സോപ്പാ, നല്ല പതയുള്ള സോപ്പ്. കാള വാല് പൊക്കിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എനിക്ക് എന്തോന്ന് സംശയം? മൂത്രമൊഴിക്കാനാണെന്ന്. ഞങ്ങളിപ്പോ എന്താ വേണ്ടേ? കൂടുതലൊന്നും വേണ്ട. നാളെ ഒരു ദിവസത്തേക്ക് മാത്രമെങ്കിലും നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സ്നേഹിക്കണം. പേടിക്കണ്ട, 24 അവേഴ്സിന്റെ കാര്യമല്ലേ ഉള്ളൂ. അത്രേ. ഞങ്ങൾ സ്നേഹിക്കാം. അളിയ എനിക്കൊരു സംശയം. എന്തേ? ആ പെട്ടി മാത്രം എന്താ പൊട്ടാത്തത്? ഞാനത് ചോദിക്കാനിരിക്കുന്നു. അത് എന്റെ ഒരു പേഴ്സണൽ പെട്ടിയാ. പൊന്നും താലിയൊക്കെ ആവും. ഏയ്, എങ്കിൽ ഡോളർ. അത് അമേരിക്കയിൽ നല്ലല്ലോ കുട്ടിരാമൻ വന്നത്. അത് ശരിയാ. അപ്പോ റിയാദ്. റിയാദ് അല്ല, റിയാൽ. അത് തന്നെ ഞാൻ പറഞ്ഞത്. പൊന്നും താലിയും ഡോളറും റിയാലും ഒന്നുമല്ല. അതെ, നിങ്ങൾക്കറിയാവോ ഈ പെട്ടിയിലെന്താണ്? എനിക്കറിയില്ല. നമ്മക്കറിയാ. നിനക്കറിയോ? ഞങ്ങൾക്കുള്ള വിസ 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 വിസ. ഇതെന്താ രാവിലെ ബെഡ് കോഫിക്ക് വരാൻ പെപ്സിയാണോ കഴിക്കുന്നത്? ഇനി മുതൽ ഇതാണ് എന്റെ ബെഡ് കോഫി. നല്ല ടേസ്റ്റ്. അളിയ ഒരു സംശയം. ഇതെന്തോന്നാ സാധനം? അത് അറിയാൻ വയ്യെങ്കിൽ പിന്നെ എന്താ വലിച്ചെടുത്തത്? ഇത് ഹാൻഡ് ടിഷ്യൂ എന്ന് പറയും, മുഖം തുടയ്ക്കാനുള്ളതാണ്. അല്ല, പറഞ്ഞു നന്നായി. ഞാനിത് രാവിലെ എടുത്ത് കക്കൂസി കൊണ്ട് പോകാൻ വേണ്ടി പോയതാ. എന്തിനാ? കക്കൂസ് തുടയ്ക്കാനാ? അല്ല, മുഖം തുടയ്ക്കാൻ. നീ എണീട്ടോ, പെട്ടെന്ന് കുളിച്ച് റെഡിയാവാൻ നോക്ക്. രാവുകാലത്തിന് മുമ്പ് അവരിങ്ങെത്തും. എന്താ നോക്കണ? അല്ല, ചിലര് അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിരാവിലെ അടുക്കളയിൽ കൂളിംഗ് ഗ്ലാസ് വെക്കുമെന്ന് ഇതുവരെ കേട്ടിട്ടില്ല. ഗൾഫുകാരന്റെ അമ്മയല്ലേ, ഗമയൊക്കെ എന്ന് കരുതി. ഗമ ഒട്ടും കുറയ്ക്കണ്ട. പക്ഷേ ഗൾഫുകാരന്റെ അമ്മയാവണ്ട. അമ്മ ഈ കുട്ടിരാമന്റെ അമ്മയായ മതി കേട്ടോ. നാല് പെട്ടി പൊട്ടിച്ച് നീ നാട്ടുകാർക്കൊക്കെ വീതിച്ചു. ഇങ്ങനെ ഒരുത്തി ഈ വീട്ടിലുള്ള കാര്യം നീ ഓർത്തോ? കുരുത്തം വേണോടാ? പെണ്ണ് കെട്ടാൻ നടക്കുക. തള്ളേ, നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ എന്റെ മേക്കറ്റ് കയറാൻ വന്നുണ്ടല്ലോ. നീ എന്ത് ചെയ്യൂടാ ഈ എണ്ണം കെട്ടവനെ? മിണ്ടാണ്ട് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിലേ കൊന്നിളയും ഞാൻ. അത്രയ്ക്കായോ നീ? കൊല്ലടാ, കൊല്ല. കാലത്തിന് തുടങ്ങിയോ രണ്ടും കൂടെ? അല്ലമ്മ, പിന്നെ ഇവരെന്ത് ഭാവിച്ചാൽ എപ്പോഴും ഇങ്ങനെ കടിച്ചു തരാൻ വരുന്നത്? ആരും ഇല്ലാത്തോളായില്ലേ ഞാൻ? എട്ടിപ്പറ്റ പൊട്ടനെ കൊല്ലൊന്നും അറിഞ്ഞില്ലേ? ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായോ? മതി ഒച്ച വെച്ചത്. ഇനി അയലോക്കാരെ കൂടി കേൾപ്പിക്കാതെ അകത്ത് പോവല്ലേ? തീറ്റിക്കോടാ, തീറ്റിക്കും. എന്റെ ശവം ഞാൻ നിന്നെ കൊണ്ട് തീറ്റിക്കും. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് അതിനോട് വഴക്കിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന നിനക്ക്? ഓ, ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലേ, ഞാൻ ഓർത്തില്ല. വരണം. നമസ്കാരം. കരിമ്പഞ്ഞ ജാസ്തി ഉള്ളതിലൊക്കെ കാറ്റ് വീഴ്ച. ശ്രദ്ധ കുറവല്ലേ? വന്നോളൂ, അകത്തോട്ട് അകത്തോട്ട്. വീട്ടിൽ നിന്നല്ലേ നിലവിളി കേൾക്കുന്നത്? അതെന്ന് തോന്നുന്നു. തോന്നലല്ല, വീട്ടിൽ നിന്ന് തന്നെയാ. തന്റെ വീട്ടിലേക്കല്ലേ ആളുകളെല്ലാം ഓടിപ്പോകുന്നത്? ആണെന്ന് തോന്നുന്നു. ഈ തോന്നുന്നു എന്ന് പറയാതെ അവിടെ എന്താ ഉണ്ടായെന്ന് പോയി നോക്കണോ, അല്ലേ? എന്താ എന്താ ഇവിടെ? ആകെ ഇറങ്ങിയാറാക്കി. എന്ത് പറ്റുന്നു? ആകെ തൊലച്ചടാ. എന്താ എന്താ പ്രശ്നം? പിടിച്ച പുരാന്തി തള്ള പട്ട് പൂത്ത് കിണറ്റി ചാടി. എന്താണോ പ്രശ്നം? അല്ല, കുട്ടിരാമന്റെ വല്യമ്മ കുളിക്കാൻ വേണ്ടി കിണറ്റി ചാടിയപ്പോ അങ്ങ് വീണ് പോയി. അല്ല, ഇവിടെയുള്ള എല്ലാവരും കിണറ്റിൽ ഇറങ്ങിയിട്ടാ കുളിക്കുക. അല്ല, പരമ്പരയായിട്ട് ഇവിടെ ചിലർക്ക് കിണറ്റിൽ ഇറങ്ങി കുളിക്കുന്നത് ഒരു സുഖമാ. അതൊരു അസുഖമാ. അല്ല, കുട്ടിരാമ, ഉടനെ ഒരു ആംബുലൻസ് വിളിക്ക്. എന്തിനാ? തള്ള ചത്തിട്ടില്ല. പൂങ്കലശ്ശേരിക്കാരെത്തി. ഈ അവസരം നമ്മൾ മിസ്സാക്കരുത്. തൃപ്തിയായോ നിനക്ക്? തൃപ്തിയായോ? ആ തള്ള ചത്തിട്ടില്ല അത്രേ. കൊല്ലടാ, ചെല്ല്, കഴുത്തി കഴിച്ച് കൊല്ല്. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു പാവം തള്ളയെ കുരുതി കൊടുത്തിട്ട് വേണോ നിനക്ക് കതർമണ്ടോത്തി കയറാൻ? ദുഷ്ട. നിമിത്തം നന്നായിരിക്കുന്നു. ചുറ്റുപാട് അന്വേഷിക്കാൻ വന്നതാ. അറിഞ്ഞു, സന്തോഷം. ഇതല്ല ചുറ്റുപാട്. മിണ്ടിപ്പോരുത്. ഇറങ്ങിയ വാടാ.